ഫലസ്തീനിൽ തുടരുന്ന വംശഹത്യക്കെതിരെ സ്പെയിൻ ഒരിക്കൽ കൂടി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള സ്പാനിഷ് ഭരണകൂടത്തിന്റെ തീരുമാനം ഇസ്രായേലിന് വലിയ കനത്ത തിരിച്ചടിയായേക്കാം. സ്പെയിനിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലി കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് സ്പാനിഷ് സർക്കാർ വ്യക്തമാക്കിയത്. ഗസയിൽ തുടരുന്ന വംശഹത്യയെ അപലപിച്ചുകൊണ്ട് ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇസ്രായേലി ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പരസ്യങ്ങൾ നിരോധിക്കുന്നതായി സർക്കാർ പ്രഖ്യാപിച്ചു. സ്പാനിഷ് ഉപഭോക്തൃകാര്യമന്ത്രി പാബ്ലോ ബുസ്റ്റിൻഡുയി ഈ തീരുമാനത്തിന്റെ ധാർമ്മിക അടിത്തറയും വ്യക്തമാക്കി. അദ്ദേഹം പ്രസ്താവിക്കുന്നത്, ഒരു കമ്പനിയുടെയും ബാലൻസ് ഷീറ്റ് ഫലസ്തീൻ ജനതയുടെ രക്തം പുരണ്ടതാവരുത്. സ്പെയിനിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയും ഇസ്രായേലിന്റെ അധിനിവേശത്തിൽ നിന്ന് ലാഭം കൊയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇതിനാവശ്യമായ എല്ലാ നടപടികൾക്കും എൻ്റെ ഓഫീസ് മുൻകൈയെടുക്കും. ഈ വാക്കുകൾ സ്പെയിനിൻ്റെ ധാർമ്മിക നിലപാടിൻ്റെ ആയം കൂടിയാണ് വെളിവാക്കുന്നത്. സ്പെയിനിൻ്റെ ഈ തീരുമാനം ഗസയിൽ തുടരുന്ന വംശഹത്യ തടയാനുള്ള വിശാലമായ ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് മേൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തുന്ന നടപടികളുടെ തുടർച്ചയാണ് ഈ പരസ്യ നിരോധനം. 2023 നവംബർ മുതൽ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസുകൾ സ്പെയിൻ നിർത്തിവച്ചിരിക്കുകയാണ്. ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേലി സെറ്റിൽമെൻറ്റുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഡാറ്റാബേസ് കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്ഡേറ്റ് ചെയ്തിരുന്നു. 11 രാജ്യങ്ങളിലായി 158 സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഡാറ്റാബേസ് അധിനിവേശത്തിൻ്റെ സാമ്പത്തിക അടിത്തറയാണ് തുറന്നു കാട്ടുന്നത്. ഫലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശ ഭീകരതയെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ മുൻനിരയിലാണ് സ്പെയിൻ. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ ആരംഭിച്ച വംശഹത്യയ്ക്ക് ശേഷം സ്പെയിനിൻ്റെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങളും ദൃശ്യമായിരുന്നു. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ച സാഞ്ചസ് സർക്കാർ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരായ നിയമ നടപടികളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഗസയിലെ വംശഹത്യയോടുള്ള യൂറോപ്പിന്റെ ഇരട്ടത്താപ്പിനെ നിശിതമായാണ് വിമർശിക്കുന്നത്. ഗസയിലെ വംശഹത്യയോടുള്ള അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ ഒരു ലോക പരാജയമാണ്. 21-ാം നൂറ്റാണ്ടിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നാണ് ഗസയിലെ സംഭവങ്ങളോടുള്ള യൂറോപ്പിന്റെ പ്രതികരണമെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരുന്നു. സ്പെയിനിന്റെ ഈ ധീരമായ നിലപാട് ഫലസ്തീനിലെ ജനതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ശക്തമായ മറ്റൊരു സന്ദേശമാണ്. മാനുഷികാവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ നീതിയും സമാധാനവും സ്ഥാപിക്കാൻ ഇത്തരം നടപടികൾ പ്രചോദനമാകട്ടെ. Waytonikah.com, the exclusive Muslim matrimonial site.